മാങ്ങ മുറിച്ച് ചേർത്തും തേങ്ങ അരച്ച് ചേർത്ത് ഒരു മീൻകറി ഉണ്ടാക്കാം. മാങ്ങയുടെ പുളിയൊക്കെ പിടിച്ച് തേങ്ങയുടെ അരപ്പിന്റെ ചാറിലിരുന്ന് കുറുകി വരുന്ന മീൻകറി. ദശക്കട്ടിയുള്ള ഏത് മീനും നമുക്ക് ഉപയോഗിക്കാം. കുറച്ച് സമയം ഉപ്പ് പുരട്ടി വെച്ച് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഈ മീൻകറി ഉണ്ടാക്കാൻ ആലോചിക്കുമ്പോഴേ ഇതുപോലെ കുറച്ച് ചേരുവകളെല്ലാം എടുത്തു വെക്കണം. മാങ്ങ ചെറുതായി ഒന്ന് പഴുത്തു പോയതുകൊണ്ട് ഒരു തക്കാളി കൂടി മുറിച്ച് ചേർക്കാം. ഇപ്പോൾ മാങ്ങയുടെ ചെറിയ മധുരവും തക്കാളിയുടെ പുളിയും കൂടെ ചേർന്ന് കിടിൽ മീൻകറി തന്നെ നമുക്ക് കിട്ടും. കടുക് ഉലുവയും മൂപ്പിച്ചെടുക്കാതെ മീൻകറി ഉണ്ടാക്കാൻ നിങ്ങൾക്കറിയാമോ? ഇവിടെ നമുക്ക് രുചി ഒട്ടും കുറയ്ക്കണ്ട. എണ്ണ ചൂടായി വരുമ്പോൾ കടുകും ഉലുവയും മൂപ്പിച്ചെടുക്കാം. ഈ നെടുകെ കയറി വെച്ചിരിക്കുന്ന 3 പച്ചമുളകും ചേർത്ത് വഴറ്റി യോജിപ്പിക്കാം. മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കണം. ഒരു മീഡിയം സൈസ് ടൊമാറ്റോ നീളത്തിൽ മുറിച്ചെടുത്തത് മല്ലിപ്പൊടി പച്ചമണമൊക്കെ മാറി മൂത്ത് വരുമ്പോൾ ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ, ഈ ചുവന്ന തക്കാളിയും പച്ചമുളകും കൂടി ചേരുമ്പോൾ കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ ഉടഞ്ഞു വരുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇത് നോക്കിക്കേ, ഇപ്പോൾ തക്കാളിയൊക്കെ ചെറുതായി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് പിന്നെ ഈ കറിക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ലതുപോലെ തവി കൊണ്ട് ഉടച്ച് യോജിപ്പിക്കണം. ഈ വെള്ളത്തിൽ കിടന്ന് തക്കാളി വെന്ത് സോഫ്റ്റായി അതുപോലെ പച്ചമുളകിൻ്റെ എരിവൊക്കെ ഇറങ്ങുകയും വേണം. 2-3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. തക്കാളി നല്ലതുപോലെ വെന്തുടഞ്ഞ് വരട്ടെ. തീ കുറച്ച് വെക്കാനും ശ്രദ്ധിക്കണം. ഇനി തുറന്നു നോക്കാം. തക്കാളി ഇതാ നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല മണവും വരുന്നുണ്ട്. ഈ ഒരു പരുവമാണ് നമുക്ക് വേണ്ടത്. കറിക്ക് നല്ല കട്ടിയും കിട്ടും. കാണാനും നല്ല ഭംഗിയുണ്ടല്ലേ? ഇനി നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങാ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. മാങ്ങയിട്ട മീൻകറിയുടെ ടേസ്റ്റ് ഓർക്കുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കറിയുടെ കളർഫുൾ മാജിക് കണ്ടോ? പച്ചമുളകും യെല്ലോ മാംഗോയും റെഡ് ടൊമാറ്റോയും ഒത്തുചേർന്നപ്പോൾ കറിക്ക് മനോഹരമായ ഒരു ലുക്കും കിട്ടിയിട്ടുണ്ട്. പാചകം എന്ന് പറഞ്ഞാൽ വെറുതെ ആഹാരം ഉണ്ടാക്കൽ മാത്രമല്ലല്ലോ, അതൊരു മനോഹരമായ കല കൂടിയാണ്. വളരെ സ്നേഹത്തോടെ ഭക്ഷണം തയ്യാറാക്കുമ്പോൾ രുചിയോടൊപ്പം ഭംഗിയും കൂടും. ഈ തക്കാളിയുടെ പുളിയും പച്ചമുളകിന്റെ എരിവും പിന്നെ മാങ്ങയുടെ ആ പ്രത്യേക നാടൻ രുചിയും എല്ലാം കൂടി ഒത്തുചേർന്ന് വരാൻ നമുക്കിത് ഒന്നുകൂടി മൂടി വെച്ച് വേവിക്കാം. ഈ സമയത്ത് മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങയും 15 ചെറിയ ഉള്ളിയും ഇഞ്ചി 1 ടേബിൾ സ്പൂണും വെളുത്തുള്ളി 1/2 ടേബിൾ സ്പൂണും കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂണും മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണും ഉപ്പ് ആവശ്യത്തിനും പിന്നെ 1 കപ്പ് വെള്ളവും ചേർത്ത് അരച്ചെടുക്കാം. വളരെ സ്മൂത്തായി അരച്ചെടുക്കണം കേട്ടോ, പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. വേവാനായി അടച്ചു വെച്ചിരുന്ന മാങ്ങയൊന്ന് നോക്കാം. അടച്ചു വെച്ചിരുന്നത് കൊണ്ട് ഉള്ളിലെ ആവിയിൽ കിടന്ന് പാകമായി വന്നിട്ടുണ്ട്. ഒട്ടും കുഴഞ്ഞും പോയിട്ടില്ല. പച്ചമുളകും തക്കാളിയും മാങ്ങയും ഒക്കെ ചേർന്ന് നല്ല കളർഫുള്ളായി വെന്ത് പാകമായിട്ടുണ്ട്. ഈ വെണ്ണ പോലെ സ്മൂത്തായി അരച്ചെടുത്ത അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പതുക്കെ യോജിപ്പിച്ചെടുക്കാം. നമ്മൾ ചേർത്ത മാങ്ങയുടെയും തക്കാളിയുടെയും പച്ചമുളകിന്റെയും ഒക്കെ സ്വാദ് ഒന്നിച്ച് ചേർത്ത് കറിക്ക് പെർഫെക്റ്റ് ബാലൻസ് കൊടുക്കുന്നത് ഈ അരപ്പാണ്. തേങ്ങ അരച്ചു ചേർത്ത മീൻകറിക്ക് ഈ നാടൻ രുചി വരുന്നതും ഈ ഒരു സ്റ്റെപ്പിൽ തന്നെയാണ്. മിക്സിയിൽ ഈ ബാക്കിയുള്ള അരപ്പ് ഒട്ടും വേസ്റ്റ് ആക്കാതെ വെള്ളം ചേർത്തെടുത്ത് അതും കൂടി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഗ്രേവി ഇപ്പോൾ ചെറുതായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കൊതിപ്പിക്കുന്നൊരു മണവും കിട്ടുന്നുണ്ട്. നമ്മൾ ചേർത്ത അരപ്പും മാങ്ങായും ഒക്കെ എല്ലാം കൂടി നന്നായി യോജിച്ച് ചാറ് നല്ല കുറുകി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഈ മാങ്ങാക്കറി ചോറിൻ്റെ കൂടെ കഴിക്കാൻ തോന്നുന്നുണ്ടോ? അപ്പോൾ മീൻ കഷ്ണങ്ങൾ ചേർക്കണ്ടേ? കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ച് ചാറ് ഇതുപോലെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നാലേ ഈ എരിവും പുളിയും ഒക്കെ മീനിലേക്ക് നല്ലതുപോലെ പിടിക്കുകയുള്ളൂ. മാങ്ങയുടെയും തക്കാളിയുടെയും പുളിയും ചെറിയ മധുരവും പിന്നെ മസാലയുടെ എരിവും ഒക്കെ മീൻ കഷ്ണങ്ങളിലേക്ക് നന്നായി പിടിക്കട്ടെ. മീൻ വേവാനായി ഇനി അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് മതി കേട്ടോ. തീ കുറച്ച് വെക്കണം. മീൻ പെട്ടെന്ന് വെന്ത് കിട്ടും. ഈ 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാനാണ് ഏറ്റവും പ്രയാസം അല്ലേ? നമുക്ക് ഈ മീൻകറി ഇനി തുറന്നു നോക്കാം. ആവി പറന്ന് മീൻ കഷ്ണങ്ങളൊക്കെ മാങ്ങാച്ചാറിൽ കിടന്ന് നല്ല സൂപ്പറായി വെന്തിട്ടുണ്ട്. നമ്മൾ ചേർത്ത സ്മൂത്ത് അരപ്പും മാങ്ങയുടെയും തക്കാളിയുടെയും പുളിയും ചെറിയ മധുരവും ഒക്കെ മീൻ കഷ്ണങ്ങളിലേക്ക് പാകത്തിന് പിടിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഫ്രഷ് കറിവേപ്പില ചെറുതായി മുറിച്ച് മുകളിൽ വിതറി കൊടുക്കാം. ഇപ്പോൾ ഈ മീൻകറിയുടെ മണം വീട് മുഴുവൻ പരന്നിട്ടുണ്ട്. മീൻ കഷ്ണങ്ങളിൽ മസാലയൊക്കെ നന്നായി പുരണ്ട് ചാറ് പാകത്തിന് പറ്റി നിൽക്കുന്നുണ്ട്. തേങ്ങയുടെ മധുരവും മസാലകളുടെ എരിവും എല്ലാം കൂടി മീൻ കഷ്ണങ്ങളിൽ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. മുകളിലേക്ക് തെളിഞ്ഞു നിൽക്കുന്ന ചെറിയൊരു ചുവപ്പ് നിറവും അതിനിടയിൽ വെന്ത് കിടക്കുന്ന മീൻ കഷ്ണങ്ങളും കാണാനും വളരെ ഭംഗിയായിട്ടുണ്ട്. ഇനി തവയിട്ടിളക്കാതെ ഇതുപോലെ പതുക്കെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. എങ്കിലേ മീൻ കഷ്ണങ്ങൾ ഒട്ടും ഉടയാതെ ചാറ് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ എത്തും. ചൂടോടെ സെർവ് ചെയ്യാം. എല്ലാവരും ഇത് തീർച്ചയായും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ അറിയിക്കണം. ചൂട് ചോറിനോടൊപ്പം കഴിക്കാൻ ഇതിലും വലിയ കോംബോ വേറെ ഇല്ല. വളരെ ലളിതമായി ഉണ്ടാക്കാൻ പറ്റിയ ഒരു നാടൻ റെസിപ്പി.
വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ കൊതിയൂറും വിഭവങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവൂ.